പുനലൂർ നഗരസഭയിൽ പലയിടത്തും മത്സരാർത്ഥികളെ കണ്ടെത്താനാവാതെ ബിജെപി 36 വാർഡുകളിൽ 13 എൻഡിഎക്ക് സ്ഥാനാർത്ഥികളില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മികച്ച മുന്നേറ്റം നടത്തിയ വാർഡുകളിലും ഇക്കുറി മത്സരിക്കാനാളില്ല. സമീപ പഞ്ചായത്തുകളിൽ ഒട്ടുമിക്ക സീറ്റുകളിലും ബിജെപി സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോഴാണ് കഴിഞ്ഞ തവണ മികച്ച മത്സരം കാഴ്ചവെച്ച പുനലൂരിലെ 13 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നത്. നിലവിൽ 23 വാർഡുകളിൽ മാത്രമാണ് ബിജെപിക്ക് സ്ഥാനാർത്ഥിയുള്ളത്. കാഞ്ഞിരമല, ചാലക്കോട്, പേപ്പർ മിൽ, നെടുങ്കയം, മുസാവരി, നെല്ലിപ്പള്ളി, വിളക്കുവെട്ടം, കല്ലാർ, തുമ്പോട്, ഗ്രേസിംഗ് ബ്ലോക്ക്, കക്കോട്, മണിയാർ, ചെമ്മന്തൂർ എന്നീ വാർഡുകളിലാണ് ബിജെപിക്ക് സ്ഥാനാർത്ഥികളില്ലാത്തത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർന്നു വരുന്നൊരു പാർട്ടിയാണ്. ആ വളർന്നു വരുന്ന പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ 10-ൽ താഴെയുള്ള സംഖ്യയിൽ ബിജെപി ജയിച്ചു വരും. ആ ജയിച്ചു വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ മേഖലകളിൽ എടുത്തു നോക്കിയാൽ പുനലൂർ നിവാസികൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഈ ഇടതും വലതും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം. ഇവിടെ എവിടെയാണ് ഈ ജനങ്ങൾക്ക് അറിയാൻ വയ്യാത്തത്? ഇത് ഇപ്പൊ തന്നെ കേരളം വിട്ടാൽ ഇവർ തമ്മിലുള്ള സഖ്യമല്ലേ ഉള്ളത്. അപ്പോൾ ഇവിടെ ബിജെപിയുടെ വളർച്ചയെ തടയിടാൻ വേണ്ടിയിട്ട് ഇടതും വലതും മുന്നണികൾ മുന്നോട്ട് വെക്കുന്ന ചില ആരോപണങ്ങളാണ്. 2 വർഷം മുമ്പ് ബിജെപി പ്രവർത്തകൻ CPM-മായി ഉണ്ടായ സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കക്കോട് വാർഡിൽ സ്ഥാനാർത്ഥിയായിരുന്ന സുമേഷിനാണ് ജീവൻ നഷ്ടമായത്. ആ വാർഡിലും ബിജെപിക്ക് സ്ഥാനാർത്ഥിയെ നിർത്താനായിട്ടില്ല. ബിജെപി എല്ലാ സീറ്റിലും NDA എന്ന നിലയിൽ സ്ഥാനാർത്ഥികൾ നിർത്താറുണ്ട് സാധാരണ തെരഞ്ഞെടുപ്പ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റിൽ ബിജെപി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം 2ാം സ്ഥാനത്ത് വന്ന ബിജെപി പല വാർഡുകളിലും ഈ തെരഞ്ഞെടുപ്പിൽ നിർജ്ജീവമായ പ്രവർത്തനമാണ് ബിജെപി നടത്തുന്നത്. അത് മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ മുന്നണിയെ സഹായിക്കാനാണ് ബിജെപിയുടെ ആ ശ്രമം. മാത്രമല്ല, കോൺഗ്രസിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന എല്ലാ വാർഡുകളിലും ബിജെപി നല്ല സ്ഥാനാർത്ഥികൾ നിർത്തുകയും ശക്തമായ മത്സരത്തിന് ശ്രമം നടത്തുകയും ഇതിനകം ചെയ്തിട്ടുണ്ട്. കുതിരച്ചിറ എന്ന പുതിയ വാർഡ് കൂടി രൂപപ്പെട്ടതോടെ നിലവിൽ 36 വാർഡുകളാണ് പുനലൂർ നഗരസഭയിലുള്ളത്. അതേസമയം UDF-ന് വിജയസാധ്യതയുള്ള എല്ലാ വാർഡുകളിലും ബിജെപി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ മികച്ച പ്രചാരണവും നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ആകെയുള്ള 35 സീറ്റുകളിൽ 21 സീറ്റുകളിൽ LDF-ഉം 14 സീറ്റുകളിൽ UDF-ഉമാണ് വിജയിച്ചത്. ന്യൂസ് 18 പുനലൂർ.